അധികൃതരുടെ അനാസ്ഥ മൂലം വലയുകയാണ് ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ. നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റാൻഡ് പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാൻ ഒരു താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം പോലും ഇല്ലാത്ത ദുരവസ്ഥയിലാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർ. നവീകരണത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നിലവിൽ യാത്രക്കാർക്ക് വേണ്ട യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ഒരു താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രമോ ശുചിമുറിയോ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ. അതിശക്തമായ മഴയോ വെയിലോ വന്നാൽ യാത്രാ സാധനങ്ങളും കൈക്കുഞ്ഞുങ്ങളുമായി സമീപമുള്ള കടത്തിണ്ണകളിലേക്കും KSRTCയുടെ തന്നെ ഗ്യാരേജുകളിലേക്കും ഓടിക്കയറേണ്ട ദുരവസ്ഥയിലാണ് യാത്രക്കാർ. അതിശക്തമായ മഴയത്തും അതിഭയങ്കരമായ അതിനുശേഷം ഉണ്ടാകുന്ന വെയിലത്തും ആൾക്കാർ നിൽക്കാൻ സ്ഥലമില്ലാതെ ഇവിടെ പരക്കം പായുകയാണ്. ഇതിനകത്ത് മെയിനായിട്ട് സംഭവം വരുന്നത് ബസ് നിർത്തുന്നത് പല ഭാഗങ്ങളിലാണ്. എവിടെ ആൾക്കാർ മഴ നനയാതെ വെയിൽ കൊള്ളാതെ നിൽക്കുന്നു, അവിടെ നിന്ന് ഓടി ചെല്ലുമ്പോഴത്തേക്കും ബസ് വിട്ടുപോകുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അവർ പൂർണ്ണമായും നനയുകയാണ്. ഇങ്ങനെ ഈ സംഭവം നടക്കാൻ തുടങ്ങിയിട്ട് മാസം 4 ആയിട്ടും ഇവിടുത്തെ അധികാരികൾ യാതൊരുവിധ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നില്ല. കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലം ആകെ ചെളിക്കുണ്ടായി മാറി. വെയിലേൽക്കാതിരിക്കാൻ ഒരു തണൽ മരം മാത്രമാണ് സമീപത്തുള്ളത്. ഇതാവട്ടെ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്തി അപകടം സംഭവിക്കാമെന്ന നിലയിലുമാണ്. കെട്ടിടം പൊളിച്ചു തീർന്ന ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലിക ഷെഡ് നിർമ്മിക്കുമെന്ന അധികൃതരുടെ ഉറപ്പും പാഴ്വാക്കായി മാത്രം അവശേഷിക്കുകയാണ്. വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ ഇതിനോടകം നിരവധി പരാതികളും അയച്ചു കഴിഞ്ഞു. എന്നാൽ യാത്രക്കാർക്കായി താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിനുള്ള അനുമതി ചെങ്ങന്നൂർ MLAയും മന്ത്രിയുമായ സജി ചെറിയാന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടെന്നും 4.4 ലക്ഷം രൂപ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണുമെന്നും KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. KSRTCയുടെ ആൾക്കാർ സിവിൽ ഭാഗം വന്ന് നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ താൽക്കാലിക ഷെഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോയിരുന്നു. ബഹുമാനപ്പെട്ട CMD നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട നമ്മുടെ MLAയോട് പറഞ്ഞതിന് ശേഷമാണ് നമുക്കിത് സാങ്ഷൻ ആയിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ KSRTCയുടെ മുകളിലെ തട്ടി എന്നുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെ അത് സാങ്ഷനായി വന്നത്. പൈസ കിട്ടുന്ന മുറയ്ക്ക് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്നാണ് PWD ചീഫ് എഞ്ചിനീയർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ 32,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 11.5 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ യാത്രക്കാർക്കായി താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറിയും പോലീസിന്റെ സേവനവും അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.